നമസ്കാരം. എൻ്റെ പേര് അഞ്ജലി എന്നാണ്. ഇന്ന് എനിക്കൊരു തോന്നൽ, ഈ ലോ ഓഫ് അട്രാക്ഷനൊക്കെ എൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് വന്നത്, ഞാൻ എങ്ങനെയാണത് എൻ്റെ ഒരു ഹാബിറ്റാക്കി മാറ്റിയത് എന്നൊക്കെ ജസ്റ്റ് ഒന്ന് പറയാമെന്ന്. ഞാൻ വളരെ ഒരു ലോവർ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിച്ച് വളരെ സന്തോഷത്തിൽ ജീവിച്ചിരുന്ന ഒരു കുട്ടിയായിരുന്നു. ബിടെക് കംപ്ലീറ്റ് ചെയ്തു. ഉടനെ തന്നെ ഒരു ജോലി കിട്ടി. ഒരു രീതിയിൽ നമ്മളെ പ്രഷർ ചെലുത്താത്ത ഒരു അടിപൊളി അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. ആ അമ്മയ്ക്ക് ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരി ഞാനും എൻ്റെ അനിയത്തിയായിരുന്നു. ഏറ്റവും എല്ലാം തികഞ്ഞ രണ്ട് വ്യക്തികൾ ഞാനും എൻ്റെ അനിയത്തിയായിരുന്നു. അപ്പോൾ അതൊക്കെ അങ്ങനെയൊക്കെ എപ്പോഴും കേട്ട് ഭയങ്കര ഒരു മതിപ്പൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് എന്നോടുണ്ടായിരുന്നു. എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക്. അങ്ങനെ അടിപൊളിയായിട്ട് ജീവിച്ചിരുന്ന ഒരു കുട്ടിയായിരുന്നു ഞാൻ. ജോലിയൊക്കെ കിട്ടി. കൊറോണ വന്ന സമയത്ത് ഒരു കല്യാണം കഴിഞ്ഞു. അങ്ങനെ തൊടുപുഴക്കാരി, തൃശ്ശൂരുകാരി. കല്യാണം കഴിഞ്ഞ് ഹസ്ബൻഡ് എല്ലാ രീതിയിലും എനിക്ക് ദൈവം കനിഞ്ഞ് അനുഗ്രഹിച്ച് തന്ന പോലെ എല്ലാ രീതിയിലും ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. കല്യാണം കഴിഞ്ഞ് തൃശ്ശൂർ വന്നു കഴിഞ്ഞപ്പോൾ ആളായിരുന്നു എൻ്റെ ആശ്വാസം. ആളെൻ്റെ കൂടെ കട്ടയ്ക്ക് അന്നും ഇന്നും ഉണ്ട്. പക്ഷെ ഈ അമ്മ പറയുന്ന പോലെ എല്ലാം തികഞ്ഞൊരു ആളായിരുന്നല്ലോ ഞാൻ. പക്ഷെ സാധാരണമായ ക്യാഷ്വലായ ചില സംസാരങ്ങൾ കൊണ്ട് എനിക്ക് എന്തൊക്കെയോ കുറവുകളുണ്ടോ എന്ന് തോന്നി തുടങ്ങി എനിക്ക്. അപ്പോൾ അങ്ങനെ എൻ്റെ മുടി, എൻ്റെ കളർ, എൻ്റെ പല്ല്, എൻ്റെ നിറം കളർ, അതിനൊക്കെ എന്തൊക്കെയോ കുറവുകളുണ്ട്. എൻ്റെ പെരുമാറ്റം, എൻ്റെ ചിന്ത ശരിയല്ല, എൻ്റെ നടത്തം ശരിയല്ല, അങ്ങനെ എല്ലാത്തിലും എനിക്കൊരു സംശയങ്ങളൊക്കെ ഉണ്ടായി തുടങ്ങി. ഒന്നാമത്തെ കാര്യം കൊറോണയാണ്, വീട്ടിനകത്ത് തന്നെയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു IT കമ്പനിയിൽ ജോലിയാണ്, വർക്ക് ഫ്രം ഹോം ആണ്. അപ്പോൾ വേറെ ഇങ്ങനെ ഒരു മൂഡി ടൈപ്പ് ജീവിതമാണ്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കുറേ ആരും മനഃപൂർവ്വമായിട്ടൊന്നും ചെയ്തല്ലെങ്കിലും കുറേ ക്യാഷ്വൽ ആയിട്ടുള്ള സാധാരണമായ സംസാരങ്ങൾ കൊണ്ട് എനിക്കുണ്ടായ കുറച്ച് പ്രശ്നങ്ങളായിരുന്നു. ഒരു സെൽഫ് ഡൗട്ട്, എന്തൊക്കെയോ ഒരു കുറവുകളൊക്കെ ഫീൽ ചെയ്ത് തുടങ്ങി. അതിൻ്റെ ഇടയിൽ ഞാൻ പ്രഗ്നൻ്റായി. പ്രഗ്നൻസി കാലഘട്ടം ഭയങ്കര സ്ട്രഗിൾ ചെയ്തൊരു പ്രഗ്നൻസി കാലഘട്ടമായിരുന്നു. വോമിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ. ഒരു വലിയ വീട്, അതിനകത്ത് ഞാൻ ഹസ്ബൻഡ് രാവിലെ പോകും, ഞാനും ഹസ്ബൻഡ് മാത്രമാണ് താമസിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഞാൻ മരിച്ചു കിടന്ന ആരെങ്കിലും ആൾ വന്നു കഴിയുമ്പോൾ ബുദ്ധിമുട്ടുണ്ടല്ലോ എന്നോർത്ത് വാതിൽ വരെ തുറന്നിട്ട് അതിൻ്റെ ചോട്ടിൽ കിടന്ന ദിവസങ്ങളുണ്ടായിട്ടുണ്ട്. അത്രയും സ്ട്രഗിൾ ചെയ്തൊരു പ്രഗ്നൻസി പീരീഡ് ആയിരുന്നു. പക്ഷെ ദൈവാനുഗ്രഹത്താൽ ആരോഗ്യമുള്ള സുന്ദരനായ ഒരു ആൺകുട്ടി ജനിച്ചു. പക്ഷേ പ്രഗ്നൻസി കാലഘട്ടത്തിൽ ഞാനിങ്ങനെ ഫിസിക്കലി എനിക്ക് കുറേ പ്രശ്നങ്ങളുണ്ടായപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് അവിടെ മാനസികമായിട്ട് കുറച്ച് പ്രശ്നങ്ങളിലായിരുന്നു. കാരണം അവൾ ഭയങ്കര വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ബിസിനസ്മാൻ ആയിരുന്നു. പക്ഷെ ഞങ്ങളുടെ മോഹൻലാൽ മറ്റേ ദൃശ്യ സിനിമയിൽ പറയുന്ന പോലെ ഞങ്ങളുടെ കുടുംബം തന്നെ തകർക്കാൻ കെൽപ്പുള്ള ഒരു അതിഥി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിരുന്നു ആ സമയമായപ്പോൾ. അപ്പോൾ അവരുടെ സൈഡിൽ നിന്നുള്ള മെൻ്റൽ ടോർച്ചറിങ്, അതിൻ്റെ ഇടയിൽ വൈഫ് പ്രഗ്നൻ്റ് ആണ്, ആളെ കെയർ ചെയ്യണം, ആളെ അറിയിക്കരുത്, ആൾക്ക് പ്രഷർ കൊടുക്കരുത്, അങ്ങനെ എല്ലാ രീതിയിലും ഹസ്ബൻഡ് ഇവിടെ സ്ട്രഗിൾ ചെയ്യുമായിരുന്നു. അത് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഞങ്ങളുടെ കുട്ടി ഉണ്ടായ ഒരു 28 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആളെന്നോട് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കി ഞങ്ങളൊരു ചക്രവ്യൂഹത്തിനകത്താണ്. അതിനകത്തൊന്നൊരു പുറത്ത് കടക്കലില്ല. പുറത്ത് കിടക്കുക എന്നുള്ളത് അവിടെ ഞങ്ങളുടെ മരണമാണ്. ഇത് എനിക്കും എൻ്റെ ഹസ്ബൻഡിനും അല്ലാണ്ട് അങ്ങനെ വലിയ കാര്യമായിട്ട് ആർക്കും അറിയില്ല കേട്ടോ, ഞങ്ങൾ അനുഭവിച്ച ആ തീവ്രതയൊന്നും. പക്ഷെ ഞങ്ങൾ ഫേസ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എല്ലാ രീതിയിലും സാറ്റിസ്ഫൈഡ് ആയിട്ട് ദൈവം എനിക്ക് ഒരുക്കിയ പാർട്ട്ണറായിരുന്നു ആളെ കൈവിടാൻ എനിക്കും എന്നെ കൈവിടാൻ ആൾക്കും പറ്റില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് കട്ടയ്ക്ക് നിന്ന് ഞങ്ങൾ ഫേസ് ചെയ്യാൻ തന്നെ തീരുമാനിച്ച് ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ജീവിതം മുന്നോട്ട് പോയി. പക്ഷെ പ്രശ്നങ്ങൾക്ക് മേൽ പ്രശ്നങ്ങളായിരുന്നു. അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ ആളുടെ ബിസിനസ് ഒരു രീതിയിൽ ഡൗൺ ആയി തുടങ്ങി. എനിക്ക് അതിൻ്റെ കൂടെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കൂടെ വന്നു. അതിൻ്റെ മുമ്പിൽ ഈ അതിഥിയെ നമ്മളിങ്ങനെ ടോർച്ചർ ചെയ്തുകൊണ്ടേയിരിക്കും, എന്നും എപ്പോഴും ഏത് സമയവും. അപ്പോൾ ഞാൻ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു, IT കമ്പനിയിലായിരുന്നു. ഞാനത് ജോലി ഉപേക്ഷിച്ചു. അതിൻ്റെ ഇടയിലാണ് ഇങ്ങനെ യൂട്യൂബ് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ സുജ ടീച്ചറിൻ്റെ ഒരു പോസ്റ്റ് കാണുന്നത്, ഒരു 28 ഡേയ്സ് ക്ലാസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ചാനൽ എടുത്ത് നോക്കി. പക്ഷെ ആ വീഡിയോസ് ഒന്നും മുഴുവൻ കാണാനോ ശ്രദ്ധിക്കാനോ ഒന്നുള്ളൊരു മാനസികാവസ്ഥ ഒന്നും എനിക്കില്ല. ഞാൻ അത്രയും ഡൗൺ ആയ ഒരു അവസ്ഥയിലായിരുന്നു. പക്ഷെ നമ്മുടെ ഒരു കച്ചിത്തുരുമ്പല്ലേ, ചുമ്മാ ഇരിക്കുകയല്ലേ, നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ടീച്ചർ എനിക്കൊരു ദൈവമായിരുന്നു. എന്നെ കുറേ കാലങ്ങൾക്ക് ശേഷം സ്നേഹത്തോടെ എൻ്റെ പേര് വിളിക്കുന്ന
എൻ്റെ പ്രശ്നങ്ങൾ എനിക്ക് ടീച്ചറിനോട് എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാര്യങ്ങളൊക്കെ കേൾക്കുന്ന ഒരാൾ, അതിലുപരി എനിക്ക് എവിടെയൊക്കെ ഒരു പ്രതീക്ഷകൾ, ഇങ്ങനെ ഒരു സാധ്യതകളുണ്ടല്ലോ എന്നൊക്കെയുള്ളൊരു തിരിച്ചറിവ്, അതൊക്കെ ആയി കഴിഞ്ഞപ്പോൾ വീണ്ടും സന്തോഷങ്ങൾ വന്നു തുടങ്ങി, സന്തോഷിക്കാൻ തുടങ്ങി. എല്ലാത്തിനും ഒരു ഗുഡ് എൻഡ് ആയിരിക്കും, ഏറ്റവും അവസാനം എനിക്ക് അനുകൂലമായിരിക്കും എൻ്റെ ജീവിതം എന്നൊരു തോന്നലൊക്കെ എനിക്ക് ഉണ്ടായി തുടങ്ങി. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഒരു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും പ്രഗ്നൻ്റായി. ആദ്യത്തെ പ്രഗ്നൻസിയിൽ ഫിസിക്കൽ ബുദ്ധിമുട്ടുകളായിരുന്നെങ്കിൽ രണ്ടാമത്തെ പ്രഗ്നൻസിയിൽ മെൻ്റലി ഉള്ള പ്രശ്നങ്ങളായിരുന്നു. പക്ഷെ ദൈവം അനുഗ്രഹിച്ച് ആരോഗ്യവാനായ സുന്ദരനായ രണ്ടാമത്തെ ആൺകുട്ടിക്കും ഞാൻ ജന്മം കൊടുത്തു. ആ ഒരു കുട്ടി ഉണ്ടായ ഒരു 10-20 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും ഈ അതിഥി വലിയ പ്രശ്നങ്ങളെക്കാൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ അവർ ആ ഒരു വലിയ ബോംബ് അങ്ങ് പൊട്ടിച്ചു. പക്ഷെ ആ ബോംബ് പൊട്ടിച്ചത് ഈ പ്രപഞ്ചം എനിക്ക് അനുകൂലമായിട്ടായിരുന്നു ഒരുക്കി തന്നത്. അതായത് ഞങ്ങൾ അന്ന് വരെ വിചാരിച്ചുകൊണ്ടിരുന്ന ചക്രവ്യൂഹം അങ്ങോട്ട് പിളർന്നു. ഞങ്ങൾ രക്ഷപ്പെട്ടു, ഞങ്ങൾ കംപ്ലീറ്റ്ലി രക്ഷപ്പെട്ടു. ആദ്യം എൻ്റെ ഏറ്റവും വലിയൊരു സംശയമായിരുന്നു, ഇനി ആ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിലേക്ക് ഇല്ലാണ്ടാകുമോ, മീൻസ് ഇനി ആ ഒരു കാര്യം ഇല്ലാണ്ട് ഒരു ജീവിതം ഉണ്ടോ എന്ന് വിചാരിച്ചു. അതൊരിക്കലും പോസിബിൾ അല്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ. പക്ഷെ അത് പോസിബിൾ ആയി, അത് നമ്മുടെ ജീവിതത്തിൽ സക്സസ് ആയി. അപ്പോൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ, ഈ മൈൻഡ് പവർ എന്ന് പറഞ്ഞൊരു സാധനം എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് 100% ശരിയാണ്. പക്ഷെ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് കാമാക്കുക, നമ്മളെ ഒന്ന് സ്വയം ഹീൽ ചെയ്യുക എന്നുള്ളതാണ്. ഈ ലോ ഓഫ് അട്രാക്ഷനും ഈ മൈൻഡ് പവറും ഒക്കെ എന്നെ വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് പറയുമ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഇതിനെക്കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഓരോ ടെക്നിക്കുകൾ യൂസ് ചെയ്യുന്നതും ഒക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്കതിന് ആദ്യമൊന്നും വലിയ റിസൾട്ട് കിട്ടിയില്ല. പക്ഷേ എനിക്കിത് വിടാൻ പറ്റില്ല, കാരണം ഇത് എൻ്റെ ഏക ഒരു കച്ചിത്തുരുമ്പാണ്. അപ്പം ഞാനത് യൂട്ടിലൈസ് ചെയ്തുകൊണ്ടേയിരുന്നു. അതിനുവേണ്ടി ഞാൻ ആദ്യം ചെയ്ത കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ അത്രയും സ്ട്രെസ്സായിട്ടിരിക്കും, നിങ്ങളൊക്കെ അത്രയും ആരെങ്കിലുമൊക്കെ സ്ട്രെസ്സായിട്ടും ബുദ്ധിമുട്ടായിട്ടും ഒക്കെ ഇരുന്നിട്ട് ഈ ഒരു വഴി വെച്ചിട്ട്, അല്ലെങ്കിൽ എൻ്റെ മൈൻഡ് വെച്ചിട്ട് എനിക്ക് രക്ഷപ്പെടണം, ഞാൻ ആക്ഷൻ എടുക്കുന്നുണ്ട്, എനിക്ക് ഫലമില്ല, എൻ്റെ മൈൻഡിൻ്റെ ബ്ലോക്ക് ആണോ എന്നൊക്കെ വിചാരിക്കുന്നവർക്ക് ഞാൻ ചെയ്ത കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാട്ടോ ഞാനിത് പറയാനായിട്ട് ഉദ്ദേശിച്ചത്. അതിനായിട്ട് ഞാൻ ആദ്യമായിട്ട് ചെയ്തത് എങ്ങനെ ഒരു ടെക്നിക്കും എനിക്ക് വർക്കായില്ല കേട്ടോ. കാരണം എൻ്റെ മനസ്സ് അത്രയും പ്രശ്നങ്ങളുടെ മേൽ പ്രശ്നങ്ങളായിരുന്നു. അപ്പം ഞാൻ ആദ്യം ചെയ്തത് എൻ്റെ ഞാനിങ്ങനെ എഴുതാനായിട്ട് തുടങ്ങി. ഞാനിങ്ങനെ ജേണലിംഗ് എന്ന് പറഞ്ഞ എന്താണെന്നോ ഒന്നും എനിക്ക് യാതൊരു ഐഡിയ ഇല്ല, ഇപ്പോഴും ഇല്ല. പക്ഷെ എനിക്ക് അറിയില്ല. പക്ഷെ ഞാനിങ്ങനെ എഴുതുമായിരുന്നു. എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളൊക്കെ എഴുതുമായിരുന്നു. അതിൽ നിന്ന് എനിക്ക് എന്തൊക്കെയോ ക്ലാരിറ്റികൾ കിട്ടാനായിട്ട് തുടങ്ങി. അങ്ങനെ എഴുതി വന്നു കഴിയുമ്പോൾ കുറേ പ്രതീക്ഷകൾ ഉണ്ടാകാൻ തുടങ്ങി. എനിക്ക് കുറച്ച് ഒരു സമാധാനങ്ങളൊക്കെ എവിടെ നിന്നോ കിട്ടിത്തുടങ്ങി. പിന്നെ എനിക്ക് ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടന്നത് ഇങ്ങനത്തെ കെട്ടി വരുമ്പോൾ അത് ഞാൻ എഴുതി നശിപ്പിക്കാൻ തുടങ്ങി. എല്ലാ രാത്രിയിലും എനിക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം ഞാനിങ്ങനെ എഴുതി. അതൊരിക്കലും ഇത്ര ദിവസമൊന്നുമല്ല ചെയ്തത്, ഇന്ന് ഞാൻ തുടരുന്ന ഒരു കാര്യമാണ്. എനിക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എൻ്റെ മനസ്സിനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ടെങ്കിൽ ഞാനതങ്ങനെ എഴുതി കഴിയുമ്പോൾ എനിക്ക് റിലീഫ് കിട്ടും, ഞാനത് നശിപ്പിച്ച് കളയും. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സ്വസ്ഥതയാണ് എനിക്ക് അതിൽ നിന്ന് കിട്ടുന്നത്. എൻ്റെ മനസ്സിന് അത്ര അധികം സമാധാനം തരുന്ന മറ്റൊരു കാര്യമായിരുന്നു ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മുടെ ഈ അനുഗ്രഹങ്ങൾ എണ്ണി പറയുമ്പോഴുണ്ടല്ലോ, നമ്മുടെ മനസ്സിൽ നമ്മളെ തന്നെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയില്ലേ, ഇത്രയും പ്രശ്നങ്ങളും സ്ട്രഗിളുകളും ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിലും നമുക്ക് ഇത്രയും നല്ല കാര്യങ്ങൾ ഇപ്പുറത്ത് ഉണ്ടെന്നൊരു തോന്നൽ ഉണ്ടാകും. ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ ഓർക്കും ഇതുകൊണ്ടൊക്കെ എന്ത് പ്രയോജനം, ഇതുകൊണ്ടൊക്കെ ഞാൻ ആഗ്രഹിക്കുന്ന റിസൾട്ട് എനിക്ക് ഉണ്ടാകുമെന്ന്. പക്ഷെ ഇതുകൊണ്ടൊക്കെ ചെയ്ത് നോക്കിയാൽ മാത്രമാണ് ഇതിൻ്റെ റിസൾട്ട് നമുക്ക് അനുഭവിക്കാനായിട്ട് പറ്റത്തുള്ളൂ. എൻ്റെ ജേർണിയിൽ ഇപ്പം ഞാൻ എല്ലാ രീതിയിലും പെർഫെക്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ പെർഫെക്റ്റ് ആണെന്ന് പറയാനാണ് എനിക്ക് ആഗ്രഹം. പക്ഷെ ഞാൻ ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇനിയും കുറേ കാര്യങ്ങൾ നേടാനുണ്ട്. ഇനിയും ഒരു കാര്യങ്ങൾ എൻ്റെ ഹസ്ബൻഡിന് അതിൽ അത്രയും സക്സസ്ഫുൾ ആയിരുന്ന ആ മനുഷ്യനെ ഞാൻ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ് ആൾക്ക് കുറച്ച് തോൽവികളും ഫെയിലിയേഴ്സൊക്കെ നേരിടേണ്ടി വന്നത്. എനിക്കിനി ആ ഒരു മനുഷ്യൻ എനിക്ക് പഴയ പോലെ ആവണം. ഞങ്ങൾ തിരിച്ച് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇനി അങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്ക് ജീവിതത്തിൽ ഇനിയും നേടാനായിട്ടുണ്ട്. ആ ഒരു ജേർണിയിൽ നിങ്ങൾ പാട്ടാവുന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാം ഷെയർ ചെയ്യും. എൻ്റെ സക്സസ് സ്റ്റോറികൾ ഞാൻ ഷെയർ ചെയ്യും.
എൻ്റെ എക്സ്പീരിയൻസുകൾ ഞാൻ ഷെയർ ചെയ്യും, ഞാൻ ചെയ്യുന്ന മെത്തേഡ്സ് ഞാൻ ഷെയർ ചെയ്യും. എൻ്റെ ഈ ജേർണിയിൽ നിങ്ങൾക്ക് കൂടാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ കമൻറ്റ് ഇട്ടും ലൈക്ക് ഇട്ടും ഒക്കെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്.